എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 13 വെനസ്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ. ഓക്കെ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ, ഫോറക്സിൽ, ക്രിപ്റ്റോ, ഇതിനകത്ത് എല്ലാത്തിനകത്ത് നമ്മൾ ഈ ടൂൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ലെവൽസ് ഞാൻ ഇന്നലെ വോളിയം പ്രൊഫൈലിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പ്. അതിനകത്ത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് മീൻസ് ലെവൽസ് കാര്യങ്ങൾ നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എവിടെയാണ് ബയേഴ്സ് ഉള്ളത്, എവിടെയാണ് സെല്ലേഴ്സ് ഉള്ളത് എന്ന് നമ്മൾ ലെവൽസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നത് സെൻസെക്സിന്റെ ആയിരുന്നു. കാരണം വെനസ്ഡേ, തേഴ്സ്ഡേ നമ്മൾ സെൻസെക്സിലാണ് കൂടുതലായിട്ട് ട്രേഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ കൊടുത്ത ലെവൽസ് 24,500ന്റെ കോളിലാണ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നലെ രാത്രി ഒരു 10 o'clock ടൈമിലാണ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിലുള്ളവർക്ക് വന്നിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല, സെയിം ലെവലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊടുത്ത ലെവലിനെ പറ്റി ഞാൻ സംസാരിക്കാറുള്ളൂ, കൊടുക്കാത്ത ലെവലിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, അപ്പോൾ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 923, അതിന് 923 to 894. ഇതിന്റെ മേലെയാണ് ബൈ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബൈ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് റീടെസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാക്കി ഈ സിംഗിൽ വന്ന റിജക്ഷൻ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും, മാർക്കറ്റ് റിജക്ഷൻ അടിച്ച് താഴോട്ട് പോയതാണ് ഈ ഒരു ലെവൽ. അതിനുശേഷം ഈ ലെവൽ എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ വോളിയം വന്ന ഏരിയ ആണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത് എവിടെയാണ് ആ ലെവലിന്റെ ഏകദേശം താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. 1 മിനിറ്റിലാണ് നോക്കിയത്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ ഒരു പുട്ടിന്റെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതിനകത്ത് 263 പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി പുട്ടിനകത്ത് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആളുകൾ പറയും ഇത്രയും പോയിന്റ് കിട്ടത്തില്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ലെവൽസിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ മാർക്കറ്റ് അത്രയും പോയിന്റ് തന്നു ഇത്ര പോയിന്റ് തന്നു എന്നല്ല ഞാൻ പറയുന്നത്. ലെവൽസ് വെച്ചിട്ട്. ഓക്കെ, ലെവൽസ് എന്ന് പറയുന്നത് ഈ ലെവൽസ് എത്ര പോയിന്റ് ഉണ്ട്, 33 പോയിന്റാണ് നമ്മൾ ലെവൽസ് വരിക. കാരണം ഫസ്റ്റ് ക്യാൻഡിലാണ്, രണ്ടാമത്തെ ക്യാൻഡിൽ, മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക്. അപ്പം ഈ ഒരു 33 പോയിന്റ് സെൻസെക്സിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 274 പോയിന്റാണ് എന്ത് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിന്റെ മേലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് അറിയാൻ വേണ്ടി എവിടെയാണ് മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള വോളിയം കയറി വന്ന സ്ഥലത്തുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, ഇവന്തോ അതിന്റെ റീടെസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ പോലും, കാരണം വോളിയം പ്രൊഫൈൽ ചില ആളുകൾ പറയുന്നുണ്ട് വോളിയം പ്രൊഫൈൽ അല്ല, ചില ആളുകൾ പറയാറുണ്ട് വോളിയം വർക്ക് ചെയ്യില്ല, വോളിയം ഫേക്ക് ആണെന്ന്. ഓക്കെ, അതിന്റെ റീസൺ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലാണ് കമന്റ് വന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അത് പ്രോപ്പറായിട്ട് A to Z കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യാത്ത സംഭവത്തിന്റെ പുറകെ നമ്മൾ പോയിട്ട് ടൈം കളയാൻ നമുക്ക് പ്രാന്തില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പോയിന്റ്, 483 പോയിന്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ലെവൽസ് ഞാൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്ത ലെവൽസിനെ പറ്റി മാത്രം പറയുന്നു. ഈ ലെവൽസ് ഫസ്റ്റ് ഈ ഏകദേശം 273 പോയിന്റ് മാർക്കറ്റിൽ ഡൗൺ ആയി. അതിനുശേഷം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ. ജസ്റ്റ് നിങ്ങൾ 1 മിനിറ്റിന്റെ ചാർട്ടാണ്. ആ 1 മിനിറ്റിൽ തന്നെ കറക്റ്റ് ആ ലെവലിലാണ് റിജക്ഷൻ അടിച്ച് മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടുന്ന് ഏകദേശം എത്ര പോയിന്റ് മാർക്കറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ 380, ഏകദേശം ഓൾമോസ്റ്റ് 400 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലെവൽസിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, രാവിലെ 2 ലെവലാണ് കൊടുത്തിട്ടുള്ളൂ. ആ 2 ലെവലിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. ഏകദേശം 473 പോയിന്റാണ് മാർക്കറ്റ് ഡൗൺ ആയി. ഈ എത്ര പോയിന്റ് ഉണ്ട്, ഈ ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ഉണ്ട്, ഏകദേശം 19-20 പോയിന്റിന്റെ ഏരിയാസ് ആണുള്ളത്. ഓക്കെ, 20 പോയിന്റിന്റെ റേഞ്ചിലാണ് മാർക്കറ്റ് ഏകദേശം 470 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ, ഇല്ല. ലോകത്ത് ഒരു സ്ട്രാറ്റജിയിലും നിങ്ങൾക്ക് ഇത്രയും വലിയ പോയിന്റ് ഒരിക്കലും കിട്ടത്തുമില്ല. ഇത്രയും ചെറിയ പോയിന്റ് എസ്എൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തുള്ള എല്ലാവർക്കും ഈ സംഭവം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ വീഡിയോ ആയിട്ടാണ് കൊടുത്തത്, ഞാൻ വരച്ച ലെവൽസിന്റെ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ പുട്ടിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ടിന്റെ കൊടുത്ത ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ഏരിയന്റെ മേലെയായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഏരിയാസ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ പുട്ട് മൂന്നാമത്തെ ഫസ്റ്റ് 3 മിനിറ്റിൽ നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ ആ ഏകദേശം റേഞ്ച് ചെയ്ത് റൺ ചെയ്ത് 289 പോയിന്റിലാണ് റൺ ചെയ്തത്.
പിന്നെ ഇത് നമ്മളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതായിരുന്നു. ആ ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തു, കറക്റ്റ് ആ ലെവലിൽ വന്ന് റിജക്ഷൻ അടിച്ച് മാർക്കറ്റ് ഏകദേശം 75 പോയിന്റ് മൂവ് ചെയ്ത് താഴോട്ടേക്ക്. വൺസ് അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 163 പോയിന്റ് 162 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ആ ലെവലിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, 10-17 ലെവലിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. കാരണം ഇത് നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഫസ്റ്റ് റെസിസ്റ്റൻസ് എടുത്തു, അതിനുശേഷം ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യണമായിരുന്നു. ഇത് 1 മിനിറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. 1 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും. ഇപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് വന്ന സമയത്ത് ഇവിടെയാണ് വന്നത് 10:59. ഓക്കെ, 11 മണിക്കുള്ള കോളിന്റെ ചാർട്ട് നമുക്ക് നോക്കി നോക്കാം. എത്ര പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് 11 മണിക്കുള്ള നമ്മളെ റെസിസ്റ്റൻസ് എടുത്ത പുട്ടിന്റെ റെസിസ്റ്റൻസ് എടുത്ത ലെവൽ. ഓക്കെ, അവിടെ നിന്ന് ഏകദേശം നമ്മളെ റെസിസ്റ്റൻസിലേക്ക് എത്ര 463 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര പോയിന്റ് എസ്എൽ വരും, ഏകദേശം 12 to 20 15 പോയിന്റ് എസ്എല്ലാണ് മാർക്കറ്റ് 463 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ലോജിക് ഒന്നുമില്ല. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും സപ്പോർട്ട് പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഈ ലെവൽ എന്താണ്, റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഓക്കെ, ഈ ലെവൽസ് ഞാൻ ഇന്നലെ തന്നെ ഷെയർ ചെയ്ത രാത്രി വീഡിയോ അടക്കം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവൽ 148 to 143 കാണാത്തവർക്ക് ഇപ്പം പോയാലും ഗ്രൂപ്പിനകത്തുണ്ട്. ഗ്രൂപ്പിലുള്ള ഇട്ട സംഭവങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ലെവൽസ് ആണ്. അത് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത കാര്യങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് മാർക്കറ്റ് എത്ര മണിക്കാണ്, 12:59 മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ലെവലിൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് മാർക്കറ്റ് എത്ര പോയിന്റ് മൂവ് ചെയ്തു, ഏകദേശം 158 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തു. കാരണം ഇത് പ്രീമിയം 148 ഉള്ളൂ. ഏകദേശം ഒരു 300 പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 300 പോയിന്റിന്റെ അടുത്ത് മൂവ് കിട്ടിയിട്ടുണ്ടാവും. ഇത് ടൈം എത്ര മണിക്കാണ്, 12:59. ഓക്കെ, 12:59 എന്താണ് നമുക്ക് ഇവിടെ സംഭവിച്ചത്, 12:59 നമ്മളെ ലെവൽസിന്റെ മേലെ അല്ലെ, ഏകദേശം എന്താണ്, ഇതാണ് 12:59 ക്യാൻഡിൽ, 58-59 ക്യാൻഡിൽ. കറക്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് പുട്ടിന്റെ എന്താണ് സപ്പോർട്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പിൻ പോയിന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നിൽ റെസിസ്റ്റൻസ് വരുമ്പോൾ മറ്റേത് സപ്പോർട്ട്. 2 ലെവൽസും ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം എത്ര ചെയ്തു, ഇത് ഹൈ പ്രീമിയം ഉള്ളതാണ് അല്ലെ, 800 ആണ്. അതുകൊണ്ട് തന്നെ ഇത് 477 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ 140, ഏകദേശം ഒരു 300-400 രൂപയുടെ പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 400 പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു പുട്ടിന്റെയും കോളിന്റെയും 2 ലെവൽസ് വെച്ചിട്ടാണ് ഇത്രയും പോയിന്റ് കിട്ടിയ കാര്യങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എത്ര പൈസ കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടത്തില്ല, 100% ഷുവർ ആണ്. ഓക്കെ, ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നാളത്തെ ലെവൽസും സെയിം ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാറുള്ളത്. കൊടുക്കാത്ത കാര്യങ്ങൾ മാർക്കറ്റ് പോയതിനു ശേഷം മൂവ് ചെയ്തതിനു ശേഷം അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒരിക്കലും ചെയ്യാറില്ല. കൊടുക്കാത്ത ലെവൽസ് ഉണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വീഡിയോ ചെയ്യാറില്ല. ഓക്കെ, കൊടുത്ത ലെവൽസിനെ പറ്റി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ നാളത്തേക്കുള്ള ലെവൽസുകളും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. കാരണം എനിക്ക് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ബൈ ഇവിടെ പോയിട്ട് ബൈ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഞാൻ പഠിപ്പിച്ച ആളുകളുടെ ഗ്രൂപ്പിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടാണ്. എവിടെയാണ് മാർക്കറ്റിൽ ബയേഴ്സ് വരുന്നത്, എവിടെയാണ് മാർക്കറ്റിൽ സെല്ലേഴ്സ് വരുന്നത്, ഇത് ഈസി ആയിട്ട് നമുക്ക് വോളിയം പ്രൊഫൈൽ നമ്മൾ ഒരുപാട് ലൈൻസ് ഇല്ല അല്ലെ, ജസ്റ്റ് 1-2 സോണാണ്. ഓക്കെ, ഒന്ന് സപ്പോർട്ട് സോണ്, ഒന്ന് റെസിസ്റ്റൻസ് സോണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ എന്ത് ഈ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്ലാൻ അത് വിത്ത് റീസൺ ആയിട്ട് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിലേക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 1 മിനിറ്റിലാണ് ഗോൾഡിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഡയലോയിലേക്ക് വരക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ഡയലോ കിട്ടിയത് നമുക്ക്
ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചാണ് ഡേ ലോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡേ ലോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഉള്ളത് ഇതൊരു ഇമ്പോർട്ടന്റ് ഗ്യാപ്പാണ്. പക്ഷെ ഇത് നോർമൽ സപ്പോർട്ടാണ്. ഇത് ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം അത് ട്രാപ്പ് ആവാത്ത ഏരിയാസ് ആണ്. ഓക്കെ, പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്, കാരണം മാർക്കറ്റ് അതിന് മേലെ പോയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ഏകദേശം എത്ര പോയിന്റ് എസ് എൽ ഉണ്ടാവും? 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 പോയിന്റ് എസ് എല്ലിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 55 പോയിന്റ്. ഓക്കെ, അപ്പോൾ 5 പോയിന്റ് വെച്ച് ഏകദേശം 50 പോയിന്റ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റണ്ണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇന്നത്തെ സോൺ നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കി ഓക്കെ. അപ്പം തൽക്കാലം ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ലെവൽസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലെവൽസ് അങ്ങോട്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നതല്ല കൂടുതലായിട്ട്. ഓക്കെ, കാരണം നമുക്ക് ലെവൽസ് ബ്രേക്ക് ചെയ്ത ലെവൽസ് നമുക്ക് ആവശ്യമില്ല. ബ്രേക്ക് ചെയ്യാത്ത ലെവൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രേഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ താഴത്തെ ലെവൽസ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ റെസിസ്റ്റൻസ് നോക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഇന്നലെ മേലെ ബെൻഡാണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റെസിസ്റ്റൻസ് എവിടെയാണെന്ന്. കാരണം മാർക്കറ്റ് ഓൾറെഡി നമ്മളെ ഏരിയാസ് ബെൻഡായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ സെല്ലേഴ്സ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോണ് സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഇന്നലെ ഏതെങ്കിലും കവറിങ് കിട്ടിയ ഏരിയാസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. കാരണം ഈ ഒരു സോണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സെല്ല് വന്ന സോണാണത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഗ്യാപ്പ് ഓക്കെ, ആ സോണെന്നാണ്. കാരണം ഇന്നലെ മാർക്കറ്റിൽ ഇവിടെ ഒരു ഹെവി സെല്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പോൾ ഹെവി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഉള്ളതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് ആണ് ഈ ഒരു സോണിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സോൺ ഞാൻ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എന്താണ് മാർക്കറ്റിൽ സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റാണ് അല്ലെ, ഫില്ല് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഫാള് കിട്ടിയത് ഈ ഒരു സോൺ മാത്രമാണ്. അപ്പോൾ അതിന്റെ ഗ്യാപ്പാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സോൺ ഗ്യാപ്പിലാണ് കറക്റ്റ് മാർക്കറ്റിൽ നിന്ന് റിജക്ഷൻ അടിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഏരിയാസിലും മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് വൈസിന്റെ അവിടെ പോയിട്ട് വരച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ വരച്ചത് ജസ്റ്റ് ഒരു സെല്ല് വന്ന ഏരിയാസ്, ഇന്നലത്തേൽ അത്യാവശ്യം ഒരു സെല്ല് വന്ന ഏരിയാസിലാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരു സെല്ല് ഇടാനെങ്കിൽ തന്നെ ഏകദേശം എത്രയാണ്, ഒരു 3 പോയിന്റ് എസ് എല്ലിൽ നമുക്ക് മാർക്കറ്റ് ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു 10-43 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ച് ജസ്റ്റ് കാര്യങ്ങൾ പഠിച്ച് ഇത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ല. ഓക്കെ, മേ ബി ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. ആളുകൾ കേൾക്കുന്നത് ആകെ വോളിയം പ്രൊഫൈൽ POC വലിയ ഹൈ ലോ ഇത്രയും മാത്രമാണ് കേൾക്കുള്ളൂ. പക്ഷെ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് വലിയൊരു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സംഭവമാണ്. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്നൊരു കരിയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് ഏരിയ ഇതൊക്കെയായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും വരുന്നത്. പിന്നെ കാരണം മാർക്കറ്റ് ഓൾറെഡി ഇന്നലത്തെ ദിവസം ബെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെൽ സൈഡിൽ ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ കവർ ചെയ്തിട്ട് ബൈയും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പ്യൂർ ആയിട്ട് മൂവ് ഉണ്ടാവുള്ളൂ. കാരണം മാർക്കറ്റ് രാവിലെ താഴെ വന്ന് അതിനുശേഷം മാർക്കറ്റ് പക്ക സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ സൈഡ് വൈസ് ആയ ഏരിയാസിൽ പ്രത്യേകിച്ച് ഏരിയാസ് ഇല്ലാതെ അവിടെ പോയിട്ട് ബൈയും സെല്ലും ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ലോസ് മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വോളിയം പ്രൊഫൈലിൽ. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പഠിച്ച് അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് ടൈമിനകം ഡാറ്റ വന്നതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നൈറ്റിൽ. ഓക്കെ, താങ്ക് യു.